Taxation start here. So this paper consists of direct tax and indirect tax. Direct tax, that is income tax, consists of 60 marks, 60. And the balance will be goods and service tax, GST, 40%. Income tax portion നമ്മൾ ആദ്യം നോക്കുന്നത്. What is tax? അല്ലെങ്കിൽ ടാക്സ് എന്നുള്ളതിന്റെ മലയാളം എന്താണ്? മീര ആർ നായർ. നികുതി. യെസ്, നികുതി ചുമത്തുക എന്നാണല്ലോ പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? നികുതി ചുമത്തുക, ടാക്സ് ലെവി. ടാക്സ് ലെവി ചെയ്യുക. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നതിന്റെ ഒരു കോസ്റ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അല്ല, ഗവൺമെന്റ് വിൽ കളക്ട്, government will levy tax. This is mainly for meeting common welfare expenditure of the society. The government tax ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നാണ് നമുക്ക് വേണ്ട different facilities അവർ പ്രൊവൈഡ് ചെയ്യുന്നത് in the form of road, bridge, other infrastructure facilities, etc. ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയിൽ അല്ല, ടാക്സ് ഏറ്റവും അധികമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു പല വെറൈറ്റി ടാക്സസ് ആർ there. Tax are basically divided into two, that is direct tax and indirect tax. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറക്റ്റ് ടാക്സ് ആകുമ്പോൾ നമുക്ക് അത് ഡയറക്ട്ലി ലെവിഡ്, കൃത്യമായിട്ടുള്ള അതിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പൊതുജനങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കാം. ഇന്ന കാരണം കൊണ്ട് നമ്മൾ ഇത്ര ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു, ആ ഒരു ക്ലാരിറ്റി അതിനകത്ത് കൂടുതലായിട്ടുണ്ട്. അത് മാത്രമല്ല, ഡയറക്റ്റ് ടാക്സ്, വൺസ് യു ആർ പേയിങ് ഇൻകം ടാക്സ്, നോ ബഡി വിൽ റീപേ ദാറ്റ് എമൗണ്ട് ടു യു. അതാണ് നമ്മളുടെ ഇൻകത്തിന്റെ ടാക്സ് നമ്മൾ അടയ്ക്കുന്നു, അതാരും ഇനി തിരിച്ചു തരുന്നതല്ല. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഇത് ക്യാരി ചെയ്ത് വിടാൻ പറ്റും, ക്യാരി ഓവർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഡൽഹിയിൽ നിന്ന് നിങ്ങളൊരു 1000 സോപ്പ് ബൈ ചെയ്യുന്നു. 1000 സോപ്പ്, ഒരു സോപ്പിന് 20 രൂപയാണ്. പ്ലസ് അതിന്റെ GST ഒരു 5 രൂപയാന്ന് വിചാരിക്കും. 20, 5, 25. നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഇത് വിൽക്കുമ്പം നിങ്ങൾ ആർക്കാണോ വിൽക്കുന്ന അയാളുടെ നിന്ന് GST കളക്ട് ചെയ്യും. അപ്പം ഡൽഹിയിൽ നിങ്ങൾ പേ ചെയ്ത GST കൂടെ ചേർത്തായിരിക്കും നിങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത്. അതാണ് കാര്യം. അപ്പം നിങ്ങൾ ഡൽഹി കൊണ്ട് അടച്ച GST തിരുവനന്തപുരത്ത് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ട്രിവാൻഡ്രത്ത് വിറ്റ സാധനം ആര് മേടിക്കുന്നോ അവരുടെ നിന്ന് നിങ്ങൾ ഡൽഹി കൊണ്ട് അടച്ച ആ GST കളക്ട് ചെയ്യാൻ പറ്റും. So അതാണ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ലെവിഡ്, നോട്ട് ഡയറക്ട്ലി. അപ്പൊ ഇത് നോക്കാം. Let us begin by understanding the meaning of tax. Taxes are considered to be the cost of living in a society. അത് മനസ്സിലാക്കുക. നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് ഉള്ള ഒരു ചെലവ് എന്നുള്ള നിലയിലാണ് ഈ ടാക്സ്. That is the concept behind this. It is levied by the government to meet the common welfare expenditure of the society. And there are two types of taxes, direct and indirect. Direct tax. If tax is directly levied on the income or wealth of a wealth എന്ന് പറയുന്ന സമ്പത്ത്, സ്വത്തിനും ടാക്സ് ഈടാക്കാറുണ്ട്, ഇൻകത്തിനും. രണ്ടും ഡയറക്റ്റ് ആയിട്ട് ഈടാക്കുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സ് ആണ്. Then it is direct tax. The person who pays the tax to the government cannot recover it from somebody else. അതാണ് നമ്മളിപ്പോൾ ഇൻകത്തിന് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത് വേറെ ആളുടെ നിന്ന് മേടിക്കും. ഇപ്പൊ ഉദാഹരണം, നമ്മളിപ്പോ ഒരു കടയിൽ ചെല്ലുന്നു, കടയിൽ നിന്ന് സാധനം മേടിക്കുന്നു. ആ കടക്കാരൻ അടയ്ക്കുന്ന ഇൻകം ടാക്സിന്റെ പോർഷൻ നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് അയാൾക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. GST അയാൾക്ക് അത് ചെയ്യാം, ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡയറക്റ്റ് ടാക്സ് ഓരോരുത്തരുടെയും പേഴ്സണൽ ലയബിലിറ്റി ആണ്, അത് അടുത്ത ആളോട് ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല. So the person who pays the tax to the government cannot recover it from somebody else. That is a burden of the direct tax, cannot be shifted. Best example is income tax in India. On the other hand, indirect tax. If tax is levied on the price of goods or services, അല്ല നമുക്കറിയാം മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. മാനുഫാക്ചറിങ് സെക്ടർ ആകുമ്പോൾ സാധനങ്ങൾ വിറ്റാണ് അവർ ലാഭം ഉണ്ടാക്കുക. സർവീസ് സെക്ടർ ആകുമ്പോൾ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, എക്സെട്ര. അപ്പം എനിവേ അതിനും ടാക്സ് ഉണ്ട്. Goods and service tax or customs duty. So if tax is levied on the price of the goods or service, then it is indirect tax. For example, GST or customs duty. Customs duty നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവരുമ്പം പേ ചെയ്യേണ്ടി വരുന്നതാണ്.
In the case of indirect taxes, the person paying the tax passes on the incidence to another person. അതാണ് ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് അടുത്ത ആൾക്ക് വിറ്റ് പോകുമ്പോൾ അടുത്ത അങ്ങനെ പോകുമ്പോൾ ആദ്യം അടച്ച ടാക്സ് പുതിയ ആളുടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതവിടെ ഒരു ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞു തന്നെ ടൈപ്സ് ഓഫ് ടാക്സസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ടാക്സിനകത്ത് പ്രധാന എക്സാമ്പിൾ ഇൻകം ടാക്സ്, അതുപോലെ ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസെറ്റ്സ്. അല്ല ചിലപ്പോൾ നമ്മളിങ്ങനെ പൂഴ്ത്തി വെക്കുന്ന ഇൻകം ഒക്കെ ഉണ്ടാവും ആർക്കെങ്കിലും ഒക്കെ, അതിനെ പിടിച്ച് ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിച്ചിട്ടില്ലാത്ത പുറം രാജ്യങ്ങളിലൊക്കെ ഇൻകം ഉള്ള ആൾക്കാരുണ്ട്, ഇന്ത്യ ടാക്സ് കൊടുക്കേണ്ടവർ, ബട്ട് ഹി ഹാസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ദാറ്റ്, അതിന് ടാക്സ് അടിക്കുന്നു, അവർ റെയ്ഡ് ചെയ്ത് കണ്ടെത്തി. സോ ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസെറ്റ്സ്. ഇൻഡയറക്റ്റ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ. കസ്റ്റംസ് ഡ്യൂട്ടി നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇന്റർമീഡിയറ്റ് ലെവലില് GST മാത്രമേ ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് പഠിക്കാനുള്ളത്. 40 മാർക്സ് ഏരിയ ആണ്. ഇൻകം ടാക്സ് ഏരിയ 60 മാർക്സ് ആയിരിക്കും. ഇനി വൈ ദ നെസസിറ്റി ഓഫ് ലെവിങ് ടാക്സ്, വൈ ടാക്സസ് ആർ ലെവിഡ്, എന്തിനാണ് ഈ നികുതി ചുമത്തുന്നത്, ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? The reason for levy of taxes is that they constitute the basic source of revenue to the government. ഗവൺമെന്റ് ഏറ്റവും വലിയൊരു വരുമാന മാർഗമാണ് ടാക്സ്. Revenue so raised is utilized for meeting the expenses of government. അല്ലെ, ഗവൺമെന്റിന് പലതരം ചെലവുകൾ വരുന്നുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യാൻ. അപ്പം ഈ മൊബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന റവന്യൂവിൽ നിന്നാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഡിഫൻസ്, അല്ലെ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സ്പെൻസ് ആണ് അതൊക്കെ. ഡിഫൻസ്, പ്രൊവിഷൻ ഫോർ എഡ്യൂക്കേഷൻ, അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആവും. ഹെൽത്ത് കെയർ, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, ഡാം എക്സെട്ര, മെയിൻലി ഫോർ സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഓരോരോ ഗവൺമെന്റിന് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ചെലവുകളും ഒക്കെ വരും. അപ്പൊ അതിന് അവർക്ക് റവന്യൂ ഉണ്ടാകണം. മെയിൻ സോഴ്സ് റവന്യൂ ഈസ് ടാക്സ്.